ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടിപ്സ് എന്തെന്നാൽ നമ്മൾ ഈ പുതിയ ചൂലൊക്കെ വാങ്ങിക്കത്തില്ലേ, പുതിയ ഈ ചൂലൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് അത് നമുക്ക് ആദ്യം ഒന്ന് യൂസ് ചെയ്യുമ്പം അതിൽ നിന്നിങ്ങനെ ഈ പൊടിയൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ ഇളകത്തില്ലേ, പൊടിയൊക്കെ വീഴത്തില്ലേ. അപ്പം പിന്നെ വീണ്ടും തൂത്ത് വൃത്തിയാക്കിയതാണെങ്കിൽ പിന്നെ നമുക്ക് തൂത്ത് ഒരു ഇത് കിട്ടത്തില്ലല്ലോ. അപ്പം ഈ ചൂലിനകത്തുള്ള ആ ഒരു ഡസ്റ്റ് ഉണ്ടല്ലോ, അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു പുതിയ ചൂലിങ്ങനെ കുറേ നേരം ഇങ്ങനെ തട്ടി കളഞ്ഞാലൊന്നും ആ ഒരു ഡസ്റ്റ് അങ്ങനെ പെട്ടെന്ന് പോവുകയൊന്നും ചെയ്യത്തില്ല. അപ്പം കുറച്ച് ടൈം എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചൂല് നമ്മൾ യൂസ് ചെയ്ത് അങ്ങനെ കുറച്ച് ടൈം എടുക്കുമ്പോഴത്തേനും അത് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ചൂലിൻ്റെ ഡസ്റ്റൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്സ് ഉണ്ട്. ടിപ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേക്ക് ഈ ഒരു ചൂലുണ്ടല്ലോ, ഇതിലേക്ക് നമുക്കിപ്പം ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏത് ഓയിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3-4 ഡ്രോപ്സ് പിന്നെ കോക്കനട്ട് ഓയിൽ, ഏത് ഓയിലാണ് എടുക്കാമെന്ന് വെച്ചാൽ ആ ഒരു ഓയിൽ ഒരു 2-3-4 ഡ്രോപ്സ് ഒന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. അപ്പം ഇതൊരു 2-3 ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ചൂല് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അതായത് കൈ കൊണ്ട് നന്നായിട്ട് ഈ ഒരു ഓയിലൊന്ന് എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡസ്റ്റ് കണ്ടോ, ഇത് കണ്ടോ, ഇപ്പം ഡസ്റ്റ് ഇങ്ങനെ വീഴുന്നുണ്ടോ, ആ ഒരു ഡസ്റ്റ് അതുപോലെ പെട്ടെന്ന് തന്നെ ഇതിലെ എല്ലാ ഡസ്റ്റും ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് പിന്നെ മാറി കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓയിൽ പിന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചൂല് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ പൊട്ടിപ്പോവുമല്ലോ, ചൂല് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ വീണിട്ട് പന്നലാവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇപ്പം ഞാനിങ്ങനെ എണ്ണ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂല് ഇങ്ങനെ തറയിൽ തന്നെ കൊണ്ട് ഇങ്ങനെ ഇട്ടൊന്ന് ചെയ്തപ്പോഴത്തേനും തന്നെ കുറേ ഡസ്റ്റൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതിപ്പം ഒരു 5 മിനിറ്റ് പോലും വേണ്ടാണ്ട് നമുക്ക് ഈ ഡസ്റ്റ് എല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ വീടൊന്ന് പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവിടെ തന്നെ ഡസ്റ്റ് കാണുമ്പോൾ നമുക്കതൊരു കലിപ്പായിട്ട് തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നും പിന്നെ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.